വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ്. ഈ വീക്കിലെടുത്ത ചാമ്പ്യൻസ് ലീഗ് മത്സരങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് നോക്കുന്നത്. പറയുന്ന പോലെ മിക്ക ടീമുകളും പ്രമുഖ ടീമുകളെല്ലാം ജയിച്ച് കയറിയിട്ടുണ്ട്. ബയേൺ, മാഡ്രിഡ്, അതുപോലെ ലിവർപൂളെല്ലാം ജയിച്ച് കയറിയിട്ടുണ്ട്. പക്ഷേ അതേസമയം ബാഴ്സലോണ, അതുപോലെ ആഴ്സണൽ, സിറ്റി, ഇന്റർ മിലാൻ എല്ലാം സമനിലയായിട്ടാണുള്ളത് ഈ വീക്കിൽ. അപ്പോൾ ഈ വീക്കിലെ ആദ്യം നോക്കാനാണെങ്കിൽ ബയേണിൻ്റെ കാര്യം തന്നെ നോക്കാം. ബയേൺ 9 ഗോൾ അടിച്ചിട്ടാണ് ജയിച്ചിട്ടുള്ളത്. 9-2 എന്നുള്ള സ്കോറാണ് വെച്ചിട്ടുള്ളത്. ഹാരി കെയിൻ്റെ പെനാൽറ്റി എല്ലാം അടക്കം ഹാട്രിക്കും അടിച്ചു. ലീഗിലും ചാമ്പ്യൻസ് ലീഗിലും നോക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള രണ്ടാമത്തെ ഹാട്രിക്കാണ് താരം സ്കോർ ചെയ്തിട്ടുള്ളത്. ഇപ്രാവശ്യം നല്ല ഫോമിൽ തന്നെയാണ് ബയേൺ പറയാം. കൊമ്പാനി ചാർജ് എടുത്തപ്പോഴുള്ള ഒരു വൈബൊന്നുമില്ല ഇപ്പോൾ ടീമിനുള്ളത്. കാര്യമായിട്ട് ഒരു പഴയ റൂത്ത്ലെസ് മൊമെൻറ്റിലോട്ട് നെഗിൽസ്മാൻ്റെ കീഴിലൊക്കെ എങ്ങനെയായിരുന്നു കളിച്ചത്, അതിൻ്റെ മുന്നൊക്കെ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്, ഫ്ലിക്കിൻ്റെ കീഴിൽ എങ്ങനെയാണ് കളിച്ചുകൊണ്ടിരുന്നത്, അതുപോലെയൊക്കെ തന്നെയുള്ള ഒരു ബയേണാണ് ഇപ്പോൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അത്ര കളി മോശമായിരുന്നല്ല, പക്ഷേ ആ ഒരു വിന്നിങ് ഇൻസ്റ്റിങ്ക്റ്റ് എന്ന് പറയുന്ന സാധനം പലപ്പോഴും ഇല്ലാതായിട്ട് തോന്നിയിരുന്നു കഴിഞ്ഞ സീസണിലൊക്കെ, ടൂഷലിൻ്റെ കീഴിലൊക്കെ. ഇപ്പോൾ അത് വീണ്ടും തിരിച്ചു വരികയാണ്. ഇങ്ങനെ മാക്സിമം കൊള്ളടിച്ച് കൂട്ടുക എന്നുള്ളത് ഇപ്പോൾ പ്രത്യേകിച്ച് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഇപ്പോഴത്തെ ഫോർമാറ്റ് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ലീഗ് ഫോർമാറ്റ് തന്നെയാണ്, ഒരു പ്രോപ്പർ ലീഗ് ഫോർമാറ്റ് തന്നെയാണെന്ന് പറയാം. ബാക്കി ടീമുകൾക്ക് പിന്നെ നേരെ പ്രീ ക്വാർട്ടറിലോട്ടൊക്കെ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ ഗോൾ സ്കോറിങ്, ഗോൾ ഡിഫറൻസ് ഒക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട് പോയിന്റ് പട്ടികയിൽ. അപ്പോൾ മാക്സിമം കൊള്ളടിച്ച് ജയിക്കുക എന്നുള്ളത് തന്നെയാണ്. അതാണ് ഈ ഒരു പുതിയ ഫോർമാറ്റ് കൊണ്ട് ഉന്നം വെക്കുന്നത്. ഒരു ഒറ്റ മാച്ച് പോലെ ഏവേ ഹോം മാച്ച് അങ്ങനെയൊന്നും ഇല്ലാതെ മാക്സിമം എല്ലാ മാച്ചുകളും ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതും കൂടിയാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ബയേണിൻ്റെ പ്രകടനം എടുത്ത് പറയണം. കമ്പനിക്ക് എഴുത്തിൽ നല്ല രീതിയിൽ തന്നെ ടീം മുന്നോട്ട് പോകുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗിലും അതുപോലെ ലീഗിലും നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്രാവശ്യം ബാക്കിയുള്ള ടീമിൻ്റെ പെർഫോമെല്ലാം വെച്ചാൽ ഇപ്രാവശ്യം എന്തായാലും ഒരു ഫൈനൽ തന്നെയെന്ന് പറയും. ഇപ്രാവശ്യം എന്തായാലും അവർ ഉന്നം വെക്കുന്നത് ഫൈനൽ തന്നെയാവും. പിന്നെ അതുപോലെ മാഡ്രിഡിൻ്റെ കാര്യം, പിന്നെ മാഡ്രിഡ് കഴിഞ്ഞ ലീഗ് മത്സരത്തിൽ വരെ സോസിഡാഡിനെതിരെ കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടായിരുന്നു അവർ കളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു ഷുഗർട്ടിനെതിരെയും ഫസ്റ്റ് കുറച്ച് ചാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മത്സരത്തിൽ പോലെ തന്നെ ഇപ്രാവശ്യം അവർക്ക് ഫസ്റ്റ് ചാൻസ് സ്കോർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് ഓപ്പോസിഷന് ചാൻസ് സ്കോർ ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് മാത്രം അവർ കൺസിഡർ ചെയ്തില്ല. പക്ഷേ പിന്നെ മറ്റൊരാണ് അറിയാം, അവർ അഥവാ കൺസിഡർ ചെയ്താലും തിരിച്ചു വരും. പിന്നെ അതുപോലെ എടുത്തു പറയേണ്ടത് കുർട്ടോൻ്റെ പ്രകടനമാണ്. തിബിട്ട് കുർട്ടോൻ്റെ നിലവിൽ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് പ്ലേയേഴ്സിൽ ഒന്നെന്ന് തന്നെ പറയാം. ഹളണ്ട് എങ്ങനെ ഗോൾ അടിക്കുന്നുണ്ടോ അതുപോലെ തന്നെ കുർട്ടോ പോസ്റ്റിൻ്റെ മുന്നിൽ സേവ് നടത്തുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ടീമിനെ സംബന്ധിച്ചിടത്തോളം. പ്രത്യേകിച്ച് മാഡ്രിഡിൻ്റെ അവസ്ഥ അറിയാം. അവരുടെ മിഡ്ഫീൽഡ് ഈ മത്സരത്തിലും തീരെ ഷോക്കായിരുന്നു. മിഡ്ഫീൽഡ് എന്ന് പറയുന്നത് ഇല്ലായിരുന്നു തന്നെ പറയാം. പല സമയങ്ങളിലും ഒരു ഓർഗനൈസേഷനെ അതുപോലെ തന്നെ ഒരു സ്ട്രക്ചറൊന്നും പലപ്പോഴും ഉണ്ടാവുന്നില്ല. ഒരു മിഡ്ഫീൽഡ് സത്യം പറഞ്ഞാൽ റയലിൻ്റെ പ്രത്യേകിച്ച് വിനീഷ്യസ്, ക്രൂസൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് പലപ്പോഴും കൗണ്ടർ അടിച്ച് കയറുമ്പോഴുള്ള ആ ഒരു ഇതറിയാം പെട്ടെന്ന് ഫോർമേഷൻ മാറുക പറഞ്ഞിട്ടില്ല, മറ്റേ കൗണ്ടർ അടിക്കുമ്പോഴുള്ള സമയത്തൊക്കെ ആ ടീമിൻ്റെ ഒരു ഫ്ലോ ഒക്കെ നമുക്കറിയാവുന്നതാണ്. ആ ഒരു അത്രയൊന്നുമല്ല, പ്രത്യേകിച്ച് ബെല്ലിംഗ്ഹാമും കൂടി ഇല്ലാത്ത സമയത്ത് അത്രയൊന്നും സ്ട്രോങ് അല്ലാത്ത മിഡ്ഫീൽഡാണ് ഇപ്പോൾ റയൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഫസ്റ്റ് ടൈമിലൊക്കെ പല ടീമിനെതിരെ ലീഗിലാണെങ്കിൽ അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ മത്സരത്തിലും നന്നായി സ്ട്രഗിൾ ചെയ്തു. കുറേ ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കുർട്ടോൻ്റെ എടുത്ത് പറയണം, ഒരു യൂറോപ്പിൽ തന്നെ ഇതിലത്തെ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് 5 തന്നെ പറയാം, ടോപ്പ് 3 പ്ലേയേഴ്സിൽ ഒരാൾ കുർട്ടോ തന്നെ പറയാം. അത്ര ഫോമിലാണ് താരം. റയലിൻ്റെ ഡിഫൻസീവ് പ്രശ്നങ്ങളെല്ലാം വലിയ രീതിയിൽ അതൊക്കെ മറികടക്കുന്നത് കുർട്ടോൻ്റെ പ്രകടനം കൊണ്ട് തന്നെയാണ്. പിന്നെ റയൽ തിരിച്ചു വന്നു, ഒരു ഗോൾ അടിച്ച് ജയിച്ചു. പിന്നെ അതുപോലെ പിന്നുള്ളത് അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ആയിരുന്നു. അത്ലറ്റിക്കോ മാഡ്രിഡ് അവസാനം 90 മിനിറ്റിലാണ് ഒരു വിന്നിംഗ് ഗോൾ കണ്ടെത്തിയത്. പിന്നെ ഈ വീക്കിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബിഗ് മാച്ച് എന്ന് പറയുന്നത് ഒന്ന് എ സി മിലാൻ അതുപോലെ ലിവർപൂൾ ആയിരുന്നു. എ സി മിലാൻ ആദ്യം ലീഡ് എടുത്തു പുലിസിച്ചിൻ്റെ ഗോളിൽ. പക്ഷേ പിന്നെ ലിവർപൂൾ സ്ട്രോങ് ആണ്. സത്യം പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസോ അല്ല, അവരുടെ കഴിവോ അല്ലെങ്കിൽ ബാക്കി എങ്ങനെ നോക്കിയാലും ലിവർപൂളിനോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റിയ ടീമല്ല നിലവിലെ മിലാന്. മിലാൻ ഓൾറെഡി അറിയുന്ന എല്ലാ കാലത്തും നല്ല ടീമാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്തായാലും ലിവർപൂളിനോടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റിയ ടീമല്ല. പക്ഷേ അവരാദ്യം ലീഡ് എടുത്തു, ലിവർപൂൾ തിരിച്ചു വന്നു, 3 ഗോൾ അടിച്ച് ജയിച്ചു. പിന്നെ ഒന്നുള്ളത് ഇന്റർ മിലാൻ അതുപോലെ സിറ്റി ആയിരുന്നു. ഇന്റർ മിലാനെ ഇപ്പോഴല്ല, അന്ന് ഫൈനൽ കളിച്ച സീസൺ മുതൽ നമുക്കറിയാം ഇൻസാഗിൻ്റെ കീഴിൽ ഒരു നല്ലൊരു ഫുട്ബോളാണ്. നല്ല ഫുട്ബോൾ മീൻസ് ഒരു ഡിഫെൻസീവ് ടാക്ടിക്സ് ഒക്കെയാണ്. പക്ഷേ ഒരു ട്രോഫി വിന്നിങ് ആയിട്ടുള്ള ഏത് ട്രോഫിക്ക് വേണ്ടെങ്കിലും ചില ഡൊമസ്റ്റിക് ആണെങ്കിലും യൂറോപ്പ് ആണെങ്കിലും ഏത് ട്രോഫിക്ക് വേണമെങ്കിലും ചലഞ്ച് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു പ്രകടനമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. നമുക്ക് ലീഗ് മാച്ച് കാണുമ്പോഴേ അറിയാം. അതുപോലെയൊന്നുമല്ല അവർ ഈ ബിഗ് മാച്ചിലോട്ട്. ഇപ്പോൾ സിറ്റിക്കെതിരെ ഗ്രൂപ്പ് കട്ടാണ്, ഒരു ബിഗ് മാച്ച് തന്നെയാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഇത്ര സ്ട്രോങ് ഓപ്പണൻ്റാണ്. അതുപോലെ ആവില്ല അവർ കളിക്കുക. സത്യം പറഞ്ഞാൽ അവർക്ക് നല്ല ഫയർ പവർ ഉണ്ട് ഫ്രണ്ടിൽ. അവർക്ക് മാർക്കസ് തുറാം, ലോട്ടോറോ മാർട്ടിനസ് പല കാര്യങ്ങളുണ്ട്. അത്രയ്ക്കുള്ള സ്ട്രോങ് ആയിട്ടുള്ളൊരു അറ്റാക്കിംഗ് ഒരു കോമ്പിനേഷൻ തന്നെയുള്ള ടീമാണ്.
പക്ഷേ ഇന്ന് ഈ സിറ്റിനോടൊക്കെ കളിക്കുമ്പോൾ അറിയാം, അന്ന് കളിക്കുമ്പോൾ അറിയാം, അവരുടെ ആ ഒരു ഇൻസാഗിൻ്റെ ഒരു ടാക്ടിക്കൽ ബ്രില്യൻസ് തന്നെയാണെന്ന് പറയേണ്ടി വരും പലപ്പോഴും. അദ്ദേഹം ആ ഡിഫൻസൊക്കെ ഓർഗനൈസ് ചെയ്യണത്, ടീമിൻ്റെ സ്ട്രക്ചർ കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ്. എനിക്ക് ഇപ്പോഴും തോന്നുന്നത് എന്തുകൊണ്ടാണ് യുണൈറ്റഡോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ടീമുകൾ ഈ ഇൻസാഗിനൊന്നും കൊണ്ടുവരാത്തതെന്നാണ് കോച്ചായിട്ട്. എന്തായാലും നല്ല കുറച്ചും കൂടിയൊക്കെ ഒരു നല്ല ടീമാണെങ്കിൽ എന്തായാലും യൂറോപ്പിൽ തന്നെ കുറച്ചൊക്കെ മാജിക്കിൽ കാണിക്കാൻ കഴിയുന്ന കോച്ചാണെന്നാണ് തോന്നിയിട്ടുള്ളത് ഇൻസാഗി. അതുപോലെ സിറ്റി പിന്നെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ചിലപ്പോൾ സീസൺ തുടക്കത്തിലായതുകൊണ്ടാവും. അല്ലാതെ വേറെ ജനുവരി ഒക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് പോകും. അതുവരെ ചിലപ്പോൾ കുറച്ച് സ്ട്രഗിളിംഗ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഈ മത്സരം സമനിലയായി എന്നുള്ളതാണ്. ഇന്റർ മിലാനാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. അടുത്ത 7 മത്സരങ്ങൾ ഇനി വരാനുണ്ട്. പിന്നെ ആഴ്സണൽ സമനിലയായി അറ്റലാൻ്റക്കെതിരെയായിരുന്നു. അറ്റലാൻ്റ അത്ര മോശം ഓപ്പണൻസ് ഒന്നുമല്ല, അവരും അറ്റലാൻ്റ ഹോമിൽ വെച്ച് തന്നെയായിരുന്നു. അതുകൊണ്ട് സമനിലയായി. പക്ഷേ ഇതൊക്കെ പറഞ്ഞാൽ ഇത്രയൊക്കെ ചിലവാക്കിയിട്ടുള്ള ഒരു ടീമാണ്. അപ്പോൾ അറ്റ്ലാന്റയ്ക്കെതിരെ ഒരു ഗോളൊന്നും അടിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ടീം ഒരു കൺസേണായി കാണേണ്ടതാണ് സത്യം പറഞ്ഞാൽ. ഇപ്രാവശ്യത്തെ ട്രാൻസ്ഫർ വിൻഡോയിൽ എന്തുകൊണ്ട് ഒരു പ്രോപ്പർ സ്ട്രൈക്കർ കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് ആഴ്സണലിൽ. ഇപ്പോൾ ഹവേർട്സിനെ ഫ്രണ്ടിൽ സ്ട്രൈക്കറെ കളിപ്പിക്കാനാണെങ്കിലും ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഗബ്രിയേൽ ജീസസ് ആണെങ്കിലും ഒരു ബാക്കപ്പ് സ്ട്രൈക്കറെങ്കിലും നല്ല രീതിയിൽ നല്ലൊരു പ്ലെയറെ കൊണ്ടുവരാത്തത് സത്യം പറഞ്ഞാൽ ടീമിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പാളിച്ചാന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. കാര്യം ഒരു ട്രോഫിക്കായിട്ടൊന്നുമല്ല, ആഴ്സണലിൻ്റെ ഇപ്പോഴത്തെ സ്ട്രെങ്ത് വെച്ചിട്ട് ഡൊമസ്റ്റിക് തന്നെ രണ്ടോ പിന്നെ യൂറോപ്പിൽ മാക്സിമം എത്ര പോകും അത്രയൊക്കെ പോകാൻ കെൽപ്പുള്ള ടീമാണ്. അല്ല, അവർ ഉന്നം വെക്കണത് അത്രയാണെന്ന് പറയാം, അത്രയൊക്കെ സ്പെൻഡ് ചെയ്തതിനു ശേഷം, ഒരു അർട്ടറ്റിൻ്റെ കീഴിലുള്ള പ്രകടനമൊക്കെ കണ്ടതിന് ശേഷം. അപ്പോൾ എന്തുകൊണ്ടും ഈ അറ്റ്ലാന്റയ്ക്കെതിരെ പറഞ്ഞാൽ ചെറിയൊരു കൺസേണായി കാണണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഈ വീക്കിൽ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒന്ന് ബാഴ്സലോണൻ്റെ മത്സരമായിരുന്നു, ബാഴ്സലോണ മൊണാക്കോ. ജോൻ ഗാംബർ ട്രോഫിയിൽ മൊണാക്കോ വന്നിട്ട് അടിച്ചിട്ടിട്ട് പോയിന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ബാഴ്സലോണ അന്ന് പല ഫസ്റ്റ് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നില്ല, പക്ഷേ അന്ന് ആ മത്സരത്തിൽ തന്നെ ഉണ്ടായിരുന്നു കുറച്ചൊരു ഫിസിക്കലി മൊണാക്കോ പോലെയുള്ള ടീമിനോടൊന്നും ബാഴ്സലോണ ഇത് മുട്ടി നിൽക്കാനുള്ള ഒരു കഴിവില്ല എന്നുള്ളത്. അല്ലെങ്കിൽ അത്ര സ്പീഡ് കൗണ്ടർ ഒരു ഫ്ലോയിൽ ലീഗിൽ എങ്ങനെ കളിക്കണം അതുപോലെ കളിച്ച് പോകേണ്ടിയിരുന്നു. പക്ഷേ കഴിഞ്ഞ മത്സരത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതിൽ മത്സരം കണ്ട എല്ലാവർക്കും അറിയുണ്ടാവും, ടെർ സ്റ്റെഗൻ്റെ മിസ്റ്റേക്ക് എന്ന് വന്നു. ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് റിഗാർഷ്യനെയായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഫ്ലിക്ക്. വേറെ പ്ലേയേഴ്സൊന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. അപ്പോൾ കാര്യത്തിൽ ഉറപ്പായിട്ടും സ്ഥിരമായിട്ട് കളിക്കുന്ന പൊസിഷനൊന്നുമല്ല, കുറച്ചൊക്കെ കൺഫ്യൂഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ടെർ സ്റ്റെഗൻ എന്നൊക്കെ പറഞ്ഞാൽ ക്യാപ്റ്റനൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യേണ്ടത് കാര്യത്തിന് ഫസ്റ്റ് ബെസ്റ്റ് ഓപ്പണിങ് പാസ്, അതായത് ആ ഒരു ബിൽഡപ്പ് തുടങ്ങണ അതിൻ്റെ ബെസ്റ്റ് ഓപ്പണിംഗ് കണ്ടെത്തുക എന്നുള്ളതും ടെർ സ്റ്റെഗനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഉത്തരവാദിത്തമാണ്. ഫസ്റ്റ് പാസ് എങ്ങോട്ട് പോകണം, എവിടുന്ന് അറ്റാക്ക് തുടങ്ങണം എന്നുള്ളതൊക്കെ താരത്തിൻ്റെ ഒക്കെ ഒരു വിഷനാണ്. കീപ്പറല്ലേ, ഇത്രയും കാലം കളിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാവും, അതൊരു ചെയ്യേണ്ടതാണ്. പക്ഷേ ആ ഒരു വലിയ മിസ്റ്റേക്ക് തന്നെ പറയാം പാസ്. അത്രയും അതും 3 പ്ലേയേഴ്സ്, 2 സ്ട്രൈക്കർമാർ ഫ്രണ്ടിലുണ്ടായിരുന്നു, പിന്നെ അതുകൂടാതെ റിഗാർഷ്യനെ മാർക്ക് ചെയ്യാൻ ഒരാളുണ്ടായിരുന്നു. ആ സമയത്തൊക്കെയാണ് ആ പാസ് കൊടുത്തത്. പ്രോപ്പർ DMF അല്ല എന്നും കൂടി ഓർക്കണം. ബോൾ പ്ലേയിങ് ഒക്കെ എബിലിറ്റി ഒക്കെ ഓക്കെയാണ്, പക്ഷേ ഇത് പറയുമ്പോൾ ബുസ്കറ്റ്സ് ഒന്നും അല്ലല്ലോ അങ്ങനെ പാസ് കൊടുത്തിട്ട് എല്ലാവരും കവർ ചെയ്തൊരു ഡ്രിബിൾ ചെയ്ത് ബോൾ പാസ് ചെയ്യാനൊക്കെ. എന്നാലും റെഡ് കാർഡ് കണ്ടു. അത് 10 മിനിറ്റിനുള്ളിൽ തന്നെ ബാഴ്സലോണ ഡൗൺ ആയി. പക്ഷേ എന്നിട്ട് 80 മിനിറ്റ് കളിച്ചിട്ടും ബാഴ്സലോണ നന്നായി ഇത് ചെയ്തു എന്ന് തന്നെ പറയണം, നല്ല അറ്റാക്കൊക്കെ ചെയ്തു. പിന്നെ വന്നത് ആ റഫീനക്ക് കിട്ടിയ കുറച്ച് ചാൻസുകളായിരുന്നു. നല്ല പാസ്, യമാലിൻ്റെ ഒക്കെ പാസ്സൊക്കെ ഉണ്ടായിരുന്നു. റഫീനക്ക് ഗോളിൻ്റെ 1-on-1 സിറ്റുവേഷനിൽ കയറുന്നു, പക്ഷേ ഗോൾ അഡ്വാൻസ് ചെയ്ത് വന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ റഫീനെ പോലെ താരം അതൊക്കെ ഗോളാക്കേണ്ടതാണ്. സത്യം ചാമ്പ്യൻസ് ലീഗിലൊക്കെ കഴിഞ്ഞ സീസണിൽ നമ്മൾ കണ്ടപ്പോൾ അങ്ങനത്തെ ചാൻസുകളൊക്കെ കിട്ടുക, നമ്മൾ മിസ്സാക്കേണ്ട ചാൻസിന് യൂറോപ്പിലെ പോലുള്ള വലിയ സ്റ്റേജുകളിൽ വലിയ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ മാക്സിമം അങ്ങനത്തെ ചാൻസുകളൊക്കെ സ്കോർ ചെയ്യുക. അതിപ്പോൾ ലീഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, പ്രത്യേകിച്ച് 1-2 ഗോളിൻ്റെയൊക്കെ ലീഡ് ഉള്ളെങ്കിൽ അങ്ങനത്തെ ചാൻസുകളൊക്കെ മാക്സിമം സ്കോർ ചെയ്താൽ മാത്രമേ ബിഗ് മാച്ചിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ മാച്ചിൽ ആ ചാൻസുകൾ ഈ ടെർ സ്റ്റെഗൻ്റെ മിസ്റ്റേക്കിന് പുറമെ അങ്ങനത്തെ ചാൻസുകളും മിസ്സാക്കിയത് ശരിക്കും സത്യത്തിൽ നമ്മൾ ഈ മിസ്റ്റേക്കിൻ്റെ ഒരു വലിപ്പം കൊണ്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളൂ. പക്ഷേ അതും അത്തരം ചാൻസുകളൊന്നും മിസ്സാക്കാതെ കളിക്കേണ്ടതാണ്. പിന്നെ യമാലിൻ്റെ ഗോൾ അറിയാം, യമാൽ ഒറ്റക്കാണ് കഴിഞ്ഞ മത്സരത്തിൽ ജിറോണക്കെതിരെ എങ്ങനെ പ്രഷർ ചെയ്തിട്ട് താരം ആ ഫസ്റ്റ് ഗോൾ കണ്ടെത്തിയോ അതുപോലെ ഇപ്പോൾ യമാൽ ഈ മത്സരത്തിലും ആ ഒരു ഫസ്റ്റ് സമനില ഗോൾ കണ്ടെത്താൻ വേണ്ടിയിട്ട് അത് നല്ലൊരു ഗോൾ തന്നെയായിരുന്നു എന്ന് പറയും. താരത്തിൻ്റെ പ്രഷർ അതായത് യമാൽ കുറച്ചും കൂടി ഫിസിക്കലി കുറച്ചും കൂടി സുപ്പീരിയറാണ് ബാക്കിയുള്ള പ്ലേയേഴ്സിന്, ബാഴ്സലോണ പ്ലേയേഴ്സിന് മിഡ്ഫീൽഡൊക്കെ വെച്ച് നോക്കുമ്പോൾ. ഇതാണ് മൊണാക്കോക്കെതിരെ തോന്നിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ എല്ലാ പ്ലേയേഴ്സും ഭയങ്കര ഫിസിക്കലാണ്. അപ്പോൾ ഒരു പ്രസ് ചെയ്യുമ്പോഴും അതുപോലെയുള്ള ബാക്കി സമയങ്ങളിലൊക്കെ ആ ടീമിനെ വല്ലാതെ ബാധിക്കും. പ്രത്യേകിച്ച് ആ പെഡ്രിനൊക്കെ അവർ 2-3 പേരെ കണ്ട് മാർക്ക് ചെയ്യാൻ വന്നാൽ താരത്തിന് ടെക്നിക്കലുണ്ട്, ശരിയാണ്, ഡബിൾ ഇത് ബോൾ ഹോൾഡ് ചെയ്യാനും പാസ് കൊടുക്കാനൊക്കെ താരത്തിന് കഴിയുന്നുണ്ട്. പക്ഷേ ആ ഒരു ഫിസിക്കൽ ബാറ്റിൽ പലപ്പോഴും പല പ്ലേയേഴ്സും വീണ് പോകുന്നുള്ളതാണ്.
അപ്പോൾ ഇതൊക്കെയായിരുന്നു ബാഴ്സലോണൻ്റെ മാച്ചിലുണ്ടായിരുന്നത്. പിന്നെ മിസ്റ്റേക്കുകൾ ഫസ്റ്റ് മാച്ചേ ആയിട്ടുള്ളൂ. അതുകൊണ്ട് എല്ലാ ടീമിനും തോറ്റ ടീം ടൈ ആയിട്ടുള്ള ടീമാണെങ്കിലും തിരിച്ചു വരാനുള്ള ചാൻസുകൾ ഉണ്ടാവും. കാര്യം ഓൾമോസ്റ്റ് പകുതി ഈ 8 മാച്ചുള്ളതിൽ പകുതിയും അത്ര സ്ട്രോങ് ഓപ്പണൻസ് ഒന്നും ആവില്ല. ബാക്കി 4 ബിഗ് മാച്ചുകളിൽ, 4 അല്ലെങ്കിൽ 3 ബിഗ് മാച്ചുകളിൽ എങ്ങനെ സ്കോർ എങ്ങനെ വരണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെ പ്രത്യേകിച്ച് ഫുൾ ടീം ഇല്ലാതൊക്കെ എണ്ണെതിരെ പോയ ബാഴ്സലോണ എന്തായാലും പൊട്ടുന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ ഡോർമുണ്ടിൻ്റെ കാര്യം എടുത്ത് പറയണം. അവർ ഇതുപോലെയൊക്കെ ഒരു അടിച്ച് കയറി ഗോൾ അടിക്കാൻ ചാൻസ് ഉള്ള ടീമുകളാണ്. അപ്പോൾ ആ മാച്ചുകളൊക്കെ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് കാണാം. ഇത്രയൊക്കെയാണ് ചാമ്പ്യൻസ് ലീഗിൻ്റെ ആദ്യത്തെ വീക്കിലുണ്ടായിരുന്ന കുറച്ച് ഇമ്പോർട്ടൻറ്റ് മാച്ചുകളും അതിൻ്റെ റിസൾട്ടുകളൊക്കെ. ഈ ആഴ്ച ബാക്കി പ്രീമിയർ ലീഗ്, ലാ ലീഗ എല്ലാം ഉണ്ടാവും. അപ്പോൾ ഇതിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നന്ദി, നമസ്കാരം.